ഇപ്പോൾ ബി.ജെ.പി. നേതാവ് അനീഷ് കുമാർ ചേരുന്നു. ശ്രീ അനീഷ് കുമാർ, തൃശൂർ മണ്ഡലത്തിലാണ് വലിയ രീതിയിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നുവെന്ന് CPM അതുപോലെ തന്നെ കോൺഗ്രസും ആരോപിക്കുന്നത്. ഒരു ബൂത്തിൽ 25 മുതൽ 45 വരെ വ്യാജ വോട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, അവിടെ ഒരു വീട്ടുപേരിൽ സുരേഷ് ഗോപിയും കുടുംബവും അവിടെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടു. പക്ഷേ ഇപ്പോൾ അവിടെ ആരും താമസിക്കില്ല എന്ന തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങളാണല്ലോ ഉന്നയിക്കുന്നത്. എന്താണ് ബി.ജെ.പിയുടെ മറുപടി? ഒക്കെ തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ്. തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ ജാള്യത മറയ്ക്കാൻ വേണ്ടിയിട്ട് തീർത്തും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിച്ച് ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് അവർ ഉദ്ദേശിക്കുന്നത്. തൃശ്ശൂരിലെ ജനങ്ങള് വളരെ കൃത്യമായ തയ്യാറെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തതുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത്. അത് തൃശ്ശൂരിലെ ജനങ്ങളുടെ ജനാധിപത്യ ബോധത്തെ അവഹേളിക്കുന്ന, അപമാനിക്കുന്ന നിലപാടാണ് UDF-ഉം LDF-ഉം സ്വീകരിക്കുന്നത്. BJP വോട്ടർ പട്ടികയില് വോട്ട് കൂടുതൽ ചേർത്ത്, വ്യാജമായിട്ട് ചേർത്ത് BJP ജയിച്ചു എന്നല്ല ഇവർ പറയുന്നത്. അതൊരൊറ്റ കാര്യം നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് കളവാണെന്ന് ബോധ്യപ്പെടും. BJP വ്യാജമായിട്ട് വോട്ട് ചേർത്ത് BJPയുടെ വോട്ട് വർദ്ധിച്ചതാണെങ്കിൽ ഈ കോൺഗ്രസിന്റെ വോട്ട് എവിടേക്കാണ് പോയത്? 2019 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 4,10,000 വോട്ട് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കിട്ടിയിരുന്നല്ലോ. ആ വോട്ടില് 10,75,000 വോട്ട് കുറഞ്ഞു. ആ വോട്ട് എവിടേക്കാണ് പോയത്? BJP പിന്നെ വ്യാജമായിട്ട് വോട്ട് ചേർത്ത് കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ വോട്ട് എങ്ങനെയാണ് കുറയുന്നത്? CPIയുടെ വോട്ട് എങ്ങനെയാണ് കുറയുന്നത്? CPIയുടെ സ്ഥാനാർത്ഥിക്ക് എല്ലാ സ്ഥലത്തും വോട്ട് കുറഞ്ഞു. അദ്ദേഹത്തിന്റെ സ്വന്തം ബൂത്തില് 160 വോട്ട് കുറഞ്ഞു. അദ്ദേഹത്തിന്റെ സ്വന്തം പഞ്ചായത്തിൽ, അന്തിക്കാട് പഞ്ചായത്തിൽ 2000 വോട്ട് കുറഞ്ഞു. അപ്പൊ സ്വന്തം ബൂത്തിലും സ്വന്തം പഞ്ചായത്തിലും സ്വന്തം പാർട്ടിക്കാര് സുനിൽകുമാറിന് വോട്ട് ചെയ്യാത്തത് BJP വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിയതുകൊണ്ടാണോ? അപ്പൊ സ്വന്തം വോട്ട് ചോർന്നതിനെ കുറിച്ച്, വോട്ട് മറിഞ്ഞതിനെ കുറിച്ച്, സുരേഷ് ഗോപിക്ക് വോട്ട് മാറ്റി ചെയ്തതിനെ കുറിച്ചിട്ട് സ്വയം വിലയിരുത്തുകയാണ് ആദ്യം വേണ്ടത്. അവരുടെ വോട്ട് കുറഞ്ഞ വോട്ടാണ് BJPക്ക് കൂടിയിട്ടുള്ളത്. ഇത് കണക്കിന് ബാലപാഠങ്ങൾ അറിയുന്ന ആളുകൾക്ക് വോട്ടിന്റെ 2019 ഒരേ ഒരു കാര്യം കൂടി, ഈ വോട്ടർ പട്ടികയിൽ സുരേഷ് ഗോപിയും കുടുംബവും ഉൾപ്പെട്ടത് ഭാരത് ഹെറിറ്റേജ് എന്ന വീട്ടുപേരിലാണ്. അന്വേഷിച്ചപ്പോൾ ഇപ്പോഴറിയുന്നത് അവിടെ ഒരു ബോംബെ കേന്ദ്രീകരിച്ചുള്ള ഒരു കമ്പനിക്ക് കൊടുത്തു എന്നാണല്ലോ. അപ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പിൽ ഈ വോട്ടിടാൻ വേണ്ടി പേര് ചേർത്തു എന്നതിന്റെ ഒരു ഇത് തന്നെയല്ലേ വ്യക്തമാവുന്നത് അതിൽ നിന്ന്? സുരേഷ് ഗോപി 2019 ഇലക്ഷനിൽ തൃശ്ശൂർ വന്നതിന് ശേഷം അദ്ദേഹം തൃശ്ശൂർ കേന്ദ്രീകരിച്ച് തൃശ്ശൂർ താമസിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് അറിയാത്ത ആരാണ് തൃശ്ശൂരുള്ളത്? അദ്ദേഹം തൃശ്ശൂരിൽ നിന്നിട്ടാണ് പ്രവർത്തിക്കുന്നത്, തൃശ്ശൂർ കേന്ദ്രീകരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. അന്ന് അദ്ദേഹം താമസിച്ചിരുന്ന വീട് ഏതാണ്? 2019 കാലഘട്ടം മുതൽ 2025 വരെ സുരേഷ് ഗോപി ആ വീട്ടിലാണ് കുടുംബസമേതം താമസിച്ചിരുന്നത്. ഇത് തൃശ്ശൂരിലെ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം. അപ്പൊ സുരേഷ് ഗോപി രാജ്യത്തെ പൗരനല്ലേ? അദ്ദേഹത്തിന് തൃശ്ശൂർ താമസിക്കുന്ന സമയത്ത് ആ വീട്ടിൽ വോട്ട് ചേർക്കാനുള്ള അവകാശമില്ലേ? ആ അവകാശം ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച് നൽകിയിട്ടുള്ളതാണ്. അദ്ദേഹം തൃശ്ശൂർ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മന്ത്രിയായി. ഇപ്പൊ അദ്ദേഹം താമസിക്കുന്നത് ഡൽഹിയിലാണ്. ഡൽഹിയിൽ ഔദ്യോഗിക വസതിയിലാണ് ഇപ്പൊ അദ്ദേഹം താമസിക്കുന്നത്. അല്ല അദ്ദേഹം ഇപ്പൊ സ്ഥിരമായിട്ട് തൃശ്ശൂരിൽ അദ്ദേഹത്തിന് താമസിക്കാൻ പറ്റുമോ? കേന്ദ്രമന്ത്രിക്ക് അങ്ങനെ താമസിക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന് ഔദ്യോഗിക വസതിയില്ലേ ഡൽഹിയില്? അവിടെയല്ലേ താമസിക്കുക? ഇപ്പൊ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഔദ്യോഗികമായിട്ട് രാമനിലയത്തിലല്ലേ താമസിക്കുക, അല്ലാതെ പ്രൈവറ്റ് വീട്ടിലല്ലല്ലോ താമസിക്കുക. അതിനല്ലേ ഈ മന്ത്രിമാരൊക്കെ ഔദ്യോഗിക വസതികളല്ലേ ഉപയോഗിക്കുക. ഇതറിയാത്ത ആളുകളാണോ ഈ ആരോപണം ഉന്നയിക്കുന്നത്? അദ്ദേഹം 6 വർഷം തുടർച്ചയായിട്ട് താമസിച്ച വീട്ടിലാണ് അദ്ദേഹത്തിന്റെ വോട്ട് ചേർത്തത്. ഇത് പരസ്യമായിട്ടുള്ള കാര്യമല്ലേ? ഈ തൃശ്ശൂർ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥന്മാർ പോയി പരിശോധിച്ച് ബോധ്യപ്പെട്ട് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടല്ലേ അദ്ദേഹം അവിടെ വോട്ട് ചേർത്തത്? തൃശ്ശൂർ കോർപ്പറേഷൻ ഭരിക്കുന്നത് BJP ആണോ? അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പോയി പരിശോധിച്ചിട്ട് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് അന്ന് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അവർക്ക് ബോധ്യപ്പെട്ടതല്ലേ സുരേഷ് ഗോപി അവിടെ താമസിക്കുന്നത്? ഇതൊക്കെ വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗത്തിൽ കൂടിയല്ലേ BJP കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. ഇതിലെന്താണ് തെറ്റുള്ളത്? സുരേഷ് ഗോപിയും കുടുംബത്തിനും തൃശ്ശൂർ വോട്ട് ചെയ്യാൻ പാടില്ലേ? 5-6 കൊല്ലം തൃശ്ശൂർ താമസിച്ചിട്ടുള്ള ഒരാൾക്ക് അവിടെ വോട്ട് ചെയ്യാൻ പാടില്ല എന്നത് അങ്ങനെ ഒരു നിയമമുണ്ടോ? ഇതൊക്കെ വെറുതെ ജനങ്ങളെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ആദ്യം തോൽവി അംഗീകരിക്കാൻ പഠിക്കണം. തോറ്റത് എന്തായാലും BJP അതിശക്തമായി തന്നെ ഈ ആരോപണത്തെ പ്രതിരോധിക്കുകയാണ്. തോൽവിയുടെ ജാള്യത മറയ്ക്കാൻ വേണ്ടിയാണ് കോൺഗ്രസും അതുപോലെ തന്നെ CPIയും ഈ ആരോപണം ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നാണ് BJPയുടെ പ്രതിരോധം.